മുമ്പ് അലവി സഖാഫി തന്നെ ജാല മുഹമ്മദിനെയും സുബ്ഹാന മൗലിദും ഒക്കെ പണ്ട് കാലം മുതൽക്കേ സുന്നികൾ അംഗീകരിച്ചു വരുന്നതാണ് എന്ന് പറയുന്ന ഭാഗമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അലവി തന്നെ പറയുന്നത് കേട്ടോളൂ. പൂർവികരായി നമുക്ക് അറിയാം, നമ്മുടെ ഒക്കെ പഴയ കാലത്ത് മുതൽ തന്നെ നിലവിലുള്ളതും പൂർവകാല മുസ്ലിമീങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മൗലിദുകൾ നമുക്കറിയാം. മങ്കൂസ് മൗലിദ്, ഷറഫല്ലനാ മൗലിദ്, ജാല മുഹമ്മദ് 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 മൗലിദ്, സുബ്ഹാന മൗലിദ്, ബദർ മൗലിദ്, മുഹയ്യദ്ദീൻ മൗലിദ്, റിഫായി മൗലിദ്, നഫീസത്ത് ബീവി മൗലിദ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ മൗലിദുകൾ പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചരിച്ചു വരുന്ന മൗലിദുകളുണ്ട്. അതുപോലെ തന്നെ മുഹയ്യദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല, നഫീസത്ത് മാല, ഇത്തരം മാലകൾ ഇതൊക്കെ സുന്നികൾ പാരായണം ചെയ്യുന്നതും. അപ്പൊ ഈ പറഞ്ഞ ജാല മുഹമ്മദും ഷറഫല്ലനാം കുറച്ച് ആവർത്തിച്ചിട്ട് എന്താന്ന് വിചാരിച്ചാല് ജാല മുഹമ്മദിന് ഇയാൾ ഇപ്പൊ തള്ളി പറയുന്നുണ്ട്, ജാല മുഹമ്മദിന് മുജാഹിദുകൾ പറഞ്ഞ് കൂട്ടിക്കലർത്തി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജാല മുഹമ്മദിനെ ഇയാൾ അംഗീകരിച്ചത് ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിച്ചത്. ഈ അടുത്ത കാലത്ത് ഇയാൾ പ്രസംഗിച്ചതാണ്. അപ്പൊ അന്ന് വല്ലപ്പോഴും എങ്ങനെ ചർച്ച വരുന്നോ, മുജാഹിദുകളുടെ മുമ്പിൽ വെച്ച് ജാല മുഹമ്മദ് തള്ളി പറയേണ്ടി വരുമെന്നോ മുസ്ലിയാർക്ക് അറിഞ്ഞൂടല്ലോ. കാരണം ലൈബ്രറിയുടെ കുറെ ആളവിടെ ഉണ്ട് പറയല്ലാതെ വാസ്തവത്തിൽ അറിയേണ്ട കാര്യം അറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സംഭവിച്ചതാണ്. നേരത്തെ മൂപ്പര് പറഞ്ഞത് മറന്നുപോയി, ജാല മുഹമ്മദിനെ തള്ളേണ്ടി വന്നു. ജാല മുഹമ്മദും ഷറഫല്ലനാവും സുബ്ഹാന മൗലിദും ഒക്കെ ഞങ്ങൾ സുന്നികൾ പണ്ടുകാലം മുതൽക്കേ ചൊല്ലി വരുന്നതാണ്, അംഗീകരിച്ചതാണ് എന്നാണ് അലവി സഖാഫി പറയുന്നത്. പക്ഷെ വല്ലപ്പുഴയിലെത്തിയപ്പോൾ അതാ വല്ലപ്പുഴയിൽ വ്യവസ്ഥ ചെയ്താൻ വേണ്ടി മുനീർ മദനിയും അബ്ദുള്ള സുല്ലമിയും മായിൻകുട്ടി സുല്ലമിയും ഷാഫി സലായും ഒക്കെ ഒരു ഭാഗത്തും അപ്പുറത്ത് ആയസനിമാരും അലവി സഖാഫിയും ഇരുന്ന് ഈ മുസ്ലിം ഐക്യവേദിയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ആ സംവാദ വ്യവസ്ഥയുള്ള ചർച്ച, ആ ചർച്ചക്കിടയതാ വല്ലപ്പുഴയിൽ വെച്ച് അലവി സഖാഫി ജാല മുഹമ്മദ് മൗലിദിനെ തള്ളി പറയുന്നതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ. അതിനുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ഐക്യവേദിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു, ഇതിലേത് മൗലിദൊക്കെയാണ് അംഗീകരിക്കുക? ഞാൻ പറഞ്ഞു പലതിലും കളവുണ്ട്. കളവ് വേണമെങ്കിൽ ഞാൻ കാണിച്ചിറപ്പത് ഒരു കളവതിലുണ്ട്, ഒരു അബദ്ധത്തിലുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് അതാണ്. കണ്ടോ, ബദർ ദിവസം 11,000 ആളുകൾ കുഫാറുകൾ ഒളിച്ചോടിയെന്ന ബദർ ദിവസം ആകെ 1000 ആളാണുള്ളത്. അത് 11,000 ഇവർ കടത്തിക്കൂട്ടി. 12,000 മൂപ്പർക്ക് നുണ പറയുമ്പോൾ അതും തെറ്റിപ്പോയി. 12,000 കാഫറുകൾ എന്നുള്ളത് നമ്മൾ കടത്തിക്കൂട്ടിയതാണ്. ഞങ്ങൾ എത്ര കാലായി ഇത് പറഞ്ഞിട്ട്? എത്ര ഔലിയാക്കന്മാരുണ്ട് ഇവിടെ വൈബറിയുന്ന ആളുകളായിട്ട്. നിങ്ങൾക്ക് ഓരോന്ന് കണ്ടുപിടിച്ച് തരണ്ടേ? നിങ്ങൾക്ക് ഇതാ മുജാഹിദ് ഇങ്ങനെ ഒന്ന് കടത്തിക്കൂട്ടി അപ്പം തന്നെ കയ്യോടെ പിടികൂടി, തൊണ്ടി സഹിതം പിടികൂടി അപ്പം തിരുത്തിക്കണ്ടേ? വല്ലപ്പുഴയിൽ ഞങ്ങളെ മുമ്പിൽ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്താ ഇരിക്കുന്ന നാള് വരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമല്ല, ഈ 12,000 ഇയാളുടെയൊക്കെ ഉസ്താദ് തന്നെ ഇസ്മായിൽ നെല്ലിക്കുത്തിനെ പോലെയുള്ള ആളുകളൊക്കെ ന്യായീകരിക്കുക ചെയ്തിട്ടുള്ളത്. എന്താ ന്യായീകരിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1000 കുഫാറുകളും പിന്നെ 11,000 ശൈത്താന്മാരും എന്നാണ്.